വെൽക്കം. നമുക്കിന്ന് ജാവ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതിന് ജാവ ഡൗൺലോഡ് എന്ന് ഗൂഗിൾ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒറാക്കിളിൻ്റെ ജാവ ഡൗൺലോഡ്സ് പേജിലേക്ക് വരിക. ഇതിനകത്ത് ജാവ ഡൗൺലോഡ്സ് എന്ന് എഴുതി കാണും. ഇതിൽ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് JDK25 ആണ്. അത് ലിനക്സ് ആണോ, മാക് OS ആണോ, വിൻഡോസ് ആണോ, നിങ്ങൾ പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു ഫോൾഡറിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിപ്പ് ഫയലായിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ .exe ഫയലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. Do you want to allow this app to make changes to your device? ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഇതിനകത്ത് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഏത് ലൊക്കേഷനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ലൊക്കേഷനിൽ സേവ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ക്ലോസ് കൊടുക്കുക. ഇനി നമ്മളിത് എവിടെയാണോ സേവ് ആയത് ആ ലൊക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും അതിനകത്ത് ജാവ എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് JDK25 ഒരു ഫോൾഡർ കാണാം. അതിനകത്ത് JDK25 എല്ലാ ഫയൽസും അടങ്ങിയൊരു ഫോൾഡറാണത്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാത്ത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ, അതായത് JDK25 ലൊക്കേഷൻ കോപ്പി ചെയ്യുക. Ctrl+C കൊടുക്കുക. ഇനി ഇവിടെ എൻവയോൺമെൻറ്റ് ENV എന്നടിക്കുമ്പോൾ തന്നെ വന്നോളൂ. എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് യൂസർ വേരിയബിൾസിനകത്ത് ന്യൂ കൊടുക്കുക. ജാവ ക്യാപ്സ് ലോക്കിൽ java_home എന്ന് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ കോപ്പി ചെയ്ത വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് സിസ്റ്റം വേരിയബിൾസിൽ നമുക്ക് പാത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബിന്നും കൂടെ ചേർത്തിട്ടുള്ള പാത്ത് കോപ്പി ചെയ്തെടുക്കുക. ബിൻ ഓപ്പൺ ചെയ്തിട്ട് ബിന്നും കൂടെ ചേർത്തുള്ള പാത്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് സിസ്റ്റം വേരിയബിൾസിനകത്ത് പാത്ത് എന്ന് കിടക്കുന്ന അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്തതിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇതും ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ CMD എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും കമാൻഡ് പ്രോംപ്റ്റ് വരും. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്ത ജാവ നമുക്ക് ആക്സസിബിൾ ആണോ നോക്കാനായിട്ട് ജാവ സ്പേസ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ജാവ സ്പേസ് ഇതിൽ ജാവ സ്പേസ് _വേർഷൻ കൊടുക്കുമ്പോഴത്തേക്കിനും ജാവ വേർഷൻ നമ്മുടെ കാണിക്കും. അപ്പോൾ JDK25 പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ ഇൻസ്റ്റലേഷൻ പാത്ത് സെറ്റ് ചെയ്താലും എല്ലാം കറക്റ്റ് ആണെന്നാണ് ഈ കാണിക്കുന്നത്.